തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണിനെയാണ് ആലുവയിൽ നിന്നും പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇപ്പോൾ മൂന്നാമത്തെ പ്രതി കൂടി പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ 2 പേർ പിടിയിലായത്. ഇനിയും കൂടുതൽ പേരെ പിടികൂടാനുണ്ട്. പോലീസിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ഈ നിരണം സ്വദേശി വരുണിന് ഈ കേസിലുള്ള പങ്കെന്താണ്? ഇപ്പം തിരുവല്ല സ്പാ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട 3 പേരാണ് ഇതോടെ അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യം 1-ാം പ്രതി, ഈ കേസിലെ പ്രധാനപ്പെട്ട 1-ാം പ്രതി കാപ്പാകത്തെ പ്രതിയുമായ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും ബെർലിൻ ദാസുമാണ് ആദ്യം ഈ കേസിൽ അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഈ കേസിലെ 3-ാം പ്രതിയായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരണ സ്വദേശിയായ വരുണിനെ ആലുവയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയെടുക്കുന്നത്. എന്തായാലും വരുണിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വരുണിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ചില നിർണായക മൊഴികൾ മറ്റുള്ള പ്രതികളുടെ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ 3 പ്രതികൾ കൂടി ഈ കേസിൽ ലഭിക്കേണ്ട 3 പ്രതികളും ഇപ്പോൾ ഒളിവിലാണ്. അവർ അന്യ സംസ്ഥാനത്തേക്ക്, ഇതര സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് ചില സൂചനകൾ. മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി അത്തരം കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. പക്ഷെ ഇവർ 3 പേര് മൊബൈൽ ഉപയോഗിക്കാത്തതും ഇവരെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇന്നലെ പിടിയിലായ വരുൺ കുമാറിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ഈ പ്രതിയുമായി ഇപ്പോൾ ഒളിവിലുള്ള 3 പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നു. എന്തായാലും വലിയ വിവാദമായ ഒരു കേസാണ്. ആ കേസിൽ 6 പ്രതികളാണ് നിലവിലുള്ളത്. പട്ടാപ്പകൽ തിരുവല്ല നഗരത്തിൽ 1-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. കൊട്ടേഷൻ ആണെന്ന് പറയുന്നു, ഒപ്പം ഗുണ്ടാപിരിവാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സ്പാ സെന്ററിൽ നടന്ന കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഈ കൂട്ടബലാത്സംഗത്തിനിരയായ ജീവനക്കാരി പരാതി നൽകാൻ വൈകിയിരുന്നു. അതേസമയം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെയാണ് പിന്നീട് സ്വമേധയാ പോലീസ് കേസെടുത്താണ് ഈ പ്രതികളെ അന്ന് തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്ത്, ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത്. ഇനിയും 3 പ്രതികൾ കൂടി കേസിലുണ്ട്. 6 പേരാണ് മൊത്തം. 3 പേർക്കുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. എന്തായാലും ഉടമ വ്യക്തമാക്കുന്നത് ഇത് ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ ചെറിയ പണം ലഭിക്കാതെ വന്നതോടെ ജീവനക്കാരിയുമായി തർക്കമുണ്ടായി. പിന്നീട് കൂട്ടബലാത്സംഗം ചെയ്തതാണ് പോലീസ്. തീർച്ചയായും ശശിനാരായണൻ, ഇവിടെ ആ ഗുണ്ടാ സംഘങ്ങൾ, സ്പായിൽ അതിക്രമിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ ബലാത്സംഗത്തിന് ഇരയായ യുവതിയോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷൻ ആണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ആ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന് കണ്ടെത്തണം. നിലവിൽ നേരത്തെ 2 പേർ പിടിയിലായിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? തീർച്ചയായും ഇത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ ആണ്, ഈ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യ ദിവസം, ഈ 2-ാം ദിവസം പോലീസ് കേസെടുത്തതിന് ശേഷമാണ് ഉടമ ഇത്തരം വ്യക്തമാക്കുന്നത്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ വാക്കുതർക്കം ഉണ്ടാവുന്നു, പിന്നീട് ഈ ജീവനക്കാരിയെ ഇവർ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷെ അതേസമയം ഈ ആക്രമണം ഒരു കൊട്ടേഷൻ ആക്രമണമാണ് എന്നുള്ളതാണ് ഉടമ, സ്ഥാപനത്തിന്റെ തിരുവല്ലയിലെ ഈ സ്പായുടെ ഉടമ വ്യക്തമാക്കുന്നത്. കൃത്യമായും ഇതൊരു കൊട്ടേഷനാണ്. തന്റെ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ, സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി തിരുവല്ലയിൽ തന്നെയുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത ചില സ്പാ ഉടമകൾ ചേർന്നുള്ള പ്രവർത്തിയ കൊട്ടേഷന്റെ ഭാഗമാണ് ഇത്തരം നടന്നതെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായ അതിജീവിതയോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകയ്ക്കും ഇതിൽ പങ്കുള്ളതായി ചില സൂചനകൾ പരാതിയായി പറഞ്ഞിരുന്നു. അത് കാരണം പറയുന്നത് ഈ അതിജീവിതയെ ഇവർ ബലാത്സംഗം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന സമയത്തും ഈ സഹപ്രവർത്തക ഒരു കാര്യവും, അതായത് ഇവരെ എതിർക്കുന്നതിനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഈ സഹപ്രവർത്തക ചെയ്തില്ല, ഒപ്പം മാറി നിൽക്കുകയാണ്. അതായത് അതിന് കാരണം ഈ സഹപ്രവർത്തകയുടെ സുഹൃത്ത് ഈ ഗുണ്ടകളുമായി ബന്ധമുള്ളവരാണെന്നാണ് ഈ ആക്രമണത്തിനിരയായ അതിജീവിത വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കൂടിയൊരു സംശയമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഈ പോലീസിന്റെ മാസപ്പടി വിഷയങ്ങളുണ്ട്, അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അത്തരത്തിൽ കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 3 പേര് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം പരാതികൾ പോലീസ് വസ്തുനിഷ്ഠമായി അന്വേഷിക്കുമെന്നാണ് ജില്ലാ പോലീസ്. എന്തായാലും ഈ കേസിൽ പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകിയില്ല എന്നല്ലേ
ജില്ലാ പോലീസ് മേധാവി നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ മാസപ്പടി ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് എവിടെയൊക്കെ ഈ രീതിയിലുള്ള സ്പാകൾ, മസാജിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാസപ്പടി വാങ്ങുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവത്തെ പോലീസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? ഈ വിഷയത്തിലും ഈ മാസപ്പടി ആരോപണത്തിലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും ഈ മാസപ്പടിയിലും അന്വേഷണം നടത്തുമെന്നാണ് SP ഇന്നലെ വ്യക്തമാക്കിയത്. കാരണം ചില പോലീസുകാർ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സെന്ററുകൾ തിരുവല്ലയുണ്ട്. ആ സ്പാ സെന്ററുകളിൽ ചെല്ലുന്ന ഉദ്യോഗസ്ഥർ മാസപ്പടി ഇനത്തിൽ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ആരോപണം പുറത്തു വന്ന സ്ഥിതിക്ക് അതിനെതിരെ നടപടി ഉണ്ടാകും. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തും. എന്തായാലും ഒരു ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മാസപ്പടി കേസും വരും. അങ്ങനെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്ക് എതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് SP ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം പോലീസ് ഈ കേസിൽ അടിയന്തരമായി ഈ പരാതിക്കാരി ഈ കൂട്ടബലാത്സംഗത്തിനിരയായതിനു ശേഷം പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ പോലീസ് നേരിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് പോലീസ് ഈ കേസ് സ്വമേധയാ കേസെടുക്കുന്നത്. പിന്നീട് അന്വേഷണം ദ്രുതഗതിയിൽ നടന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത്. കൃത്യമായ ഒരു അന്വേഷണം, കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 പേരാണുള്ളത്. അത് കൃത്യമായി പിടികൂടുകയും ചെയ്യുന്നു പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ പരാതിക്കാരി പിന്നാണ് പരാതി തരാൻ താമസിച്ചതുകൊണ്ടാണ് 2-ാം തീയതി FIR ഇട്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളുള്ള കേസാണ്. ഇനി 3 പേർ കൂടി കേസിൽ അറസ്റ്റിലാവാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലാണ് ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഇനി 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. അവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.